മഹേഷ് പോലൂരിലേക്ക് പോവാണ്. മഹേഷ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. മഹേഷ്, ഈ അർജന്റീനൻ ടീമിന്റെ വരവിന്റെ പ്രാധാന്യം എന്താണ് കേരളത്തെ സംബന്ധിച്ച്? തീർച്ചയായും അത് ഒരു ചോദ്യമാണ്. അർജന്റീന വരുമ്പോൾ കേരളത്തിലേക്ക് എത്രമാത്രം അത് കേരളത്തിലെ ആരാധകർ കാത്തിരിക്കുന്നു, അത് കേരളത്തിലെ ഫുട്ബോളിൽ അത് എത്രമാത്രം ഗുണകരമാകും എന്നുള്ളൊരു ചോദ്യം ഫുട്ബോളിൽ നിന്നുള്ള ആളുകൾ തന്നെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം അജിംസ്, അർജന്റീന കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ മൊത്തം എണ്ണം എടുത്താൽ അതിൽ ഏറ്റവും കൂടുതൽ ആരാധക വൃന്ദമുള്ളത് അർജന്റീനിയൻ ടീമിനാണ്, ഒപ്പം ലയണൽ മെസ്സിക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ടീം കടന്നു വരുമ്പോൾ അത് കേരളത്തിലെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വലിയ കാത്തിരിപ്പിന്, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും സന്തോഷ മുഹൂർത്തത്തിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. തീർച്ചയായും അത് കേരള ഫുട്ബോളിനും ഗുണം ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ, ഒരു വർഷക്കാലം അതൊരു കാത്തിരിപ്പിൻ്റെ സമയമാണ്. മെസ്സിയെയും സംഘത്തെയും കൺമുന്നിൽ കാണാനുള്ള ഒരു കാത്തിരിപ്പിൻ്റെ സമയമാണ്. നമുക്കറിയാം അർജന്റീനയുടെ ആരാധകരെന്ന് പറയുമ്പോൾ പതിറ്റാണ്ടുകളായി ഈ കേരളത്തിൽ അർജന്റീനയ്ക്കുള്ള ഫാൻ ബേസ് നമുക്കറിയാം. ഡിയാഗോ മറഡോണ അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ ജീവിതം അവസാനിപ്പിക്കുന്നത് 90കളുടെ മധ്യത്തിലാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം 2012 2 പതിറ്റാണ്ടിന് ഏതാണ്ട് ഒരു 10-15 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം കേരളത്തിലെത്തിയ സമയത്ത്, കണ്ണൂരിലെത്തിയ സമയത്ത്, കണ്ണൂർ നഗരമാകെ, കേരളത്തിൽ ഒന്നാകെ അതിൻ്റെ തരംഗം കണ്ടിരുന്നു. കണ്ണൂരിലാകെ സ്തംഭിച്ച അവസ്ഥ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അത്രയും നാൾ കളി നിർത്തിയ ശേഷവും മറഡോണ കേരളത്തിലെത്തുന്ന സമയത്തുണ്ടായിരുന്ന ഒരു തിരക്കും കാര്യവും നമുക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു ഇതിഹാസം ലയണൽ മെസ്സി കേരളത്തിലേക്ക് എത്തുമ്പോൾ അതെങ്ങനെ കേരളം അതെങ്ങനെ ഉൾക്കൊള്ളും, ആ ഒരു നിമിഷത്തെ എങ്ങനെ കാണും, ഏത് തരത്തിലുള്ള ഒരു വരവേൽപ്പായിരിക്കും നൽകുക എന്നുള്ളൊരു ആകാംക്ഷ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. നേരത്തെ സാജു പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കൊച്ചിയും തിരുവനന്തപുരവും ആകും എന്നുണ്ടെങ്കിൽ കൊച്ചി നഗരമാകെയും തിരുവനന്തപുരം തലസ്ഥാനമാകെയും സ്തംഭിച്ചു പോകുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകും. അത്ര വലിയൊരു കാത്തിരിപ്പുണ്ട്. നമുക്കറിയാം ലയണൽ മെസ്സി കേരളത്തിലെ ആരാധകരുടെ ഹൃദയത്തിലേക്ക് ചേക്കേറിയ നിമിഷങ്ങളൊക്കെ ഓരോന്ന് നമുക്ക് ഓർമ്മയുണ്ട്. അർജന്റീനിയൻ ഫുട്ബോൾ ഡിയാഗോ മറഡോണയ്ക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് വലിയ കാത്തിരിപ്പിന് ഒരു കാലതാമസം വന്നില്ല. വർഷങ്ങൾക്കിപ്പുറം ലയണൽ മെസ്സിയുടെ പേര് നമ്മൾ ഉൾപ്പെടെ ചികഞ്ഞെടുക്കുന്നു. കേരളത്തിലെ ആരാധകർ അത് ലയണൽ മെസ്സിയുടെ കാലുകളിലേക്ക് നോക്കുന്നു. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യമേറിയ മാന്ത്രികതയുള്ള ഇടം കാലിലേക്ക് മാത്രം നോക്കുന്നു. ആ കാലുകൾക്ക് പിന്നാലെ കേരളത്തിലെ ആരാധകർ പോകുന്നു. അപ്പോൾ ആ ഒരു നിമിഷത്തിൽ ലയണൽ മെസ്സിയുടെ അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങൾ, ഇപ്പോൾ കപ്പ് കിട്ടാതെ ലയണൽ മെസ്സി പോകുമ്പോൾ അദ്ദേഹത്തിനൊപ്പം കരഞ്ഞ ആരാധകർ